SSLC പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഉണ്ട് മക്കളെ. നിങ്ങളുടെ ഓണം പരീക്ഷ ടൈം ടേബിളിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആ ചേഞ്ചസ് ഒന്ന് നോട്ട് ചെയ്യുക. ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്, പക്ഷെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് ഈ രീതിയിൽ ആക്കിയിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ പുതിയ ടൈം ടേബിൾ. ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് സാർ മാറ്റങ്ങൾ വന്നിട്ടുള്ള പഴയ ടൈം ടേബിളും ഈ പുതിയ ടൈം ടേബിളും തമ്മിൽ ഭയങ്കരമായ മാറ്റങ്ങളുണ്ടോ? സത്യം പറഞ്ഞാൽ ഇല്ല. ഓക്കെ, ആകെ ഒരു ചെറിയൊരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ ആ ചെറിയ മാറ്റവും അതിനെപ്പറ്റി എനിക്ക് കുറച്ച് അഭിപ്രായം പറയാനുണ്ട്, ഞാൻ പറയാം. എന്താണ് ആ ചെറിയ മാറ്റം വന്നത്? ഇതായിരുന്നു നിങ്ങളുടെ ഓൾറെഡി ഉണ്ടായിരുന്ന പഴയ ടൈം ടേബിൾ. ഇതാണ് നമുക്ക് പുതിയ വന്ന ടൈം ടേബിൾ. ഇതിന് മാറ്റം എന്താണെന്നറിയോ? ഈ മലയാളം സെക്കൻഡ് കെമിസ്ട്രിയുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് August 14 വെള്ളിയാഴ്ച നടക്കാനുള്ള മലയാളം സെക്കൻഡ് അവിടെ പിടിച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഈ സോഷ്യലിൻ്റെ കൂടെ ഇട്ടു. സോഷ്യൽ പരീക്ഷയുടെ കൂടെ എന്ത് ചെയ്തു? ആ മലയാളം സെക്കൻഡ് കൊണ്ട് ഇട്ടു. ഇത് മാത്രമേ ഇവിടെ ചേഞ്ചസ് വന്നിട്ടുള്ളൂ. രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. അത് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ പഠനത്തിലൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. അതെങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമുക്ക് ഉണ്ടായിരുന്ന ശരിക്കത്തെ പ്രശ്നങ്ങൾ ഇവിടെ സോൾവ് ഒന്നും ആയിട്ടൊന്നുമില്ല അല്ലെ. ബാക്ക് ടു ബാക്ക് ആയിട്ട് പരീക്ഷകൾ നടക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഫിസിക്സും ബയോളജിയും ഒക്കെ ഒരേ ദിവസം കൊണ്ട് വെക്കുന്ന പരിപാടിയൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. മാത്സ് പരീക്ഷ അതിൻ്റെ ഇടയിൽ കൂടെ വരുന്നതിൽ ഒക്കെ അതൊക്കെ പല കുട്ടികൾക്കും ബുദ്ധിമുട്ടായിരുന്നു. അതിലൊരു മാറ്റം വന്നില്ല. സോ ബെറ്റർ ആയിട്ടുണ്ടോ? ബെറ്റർ ആയിട്ടില്ല. വേഴ്സ് ആയിട്ടുണ്ടോ? മോശമായിട്ടുണ്ടോ? കുറച്ച് വേഴ്സ് ആയിട്ടുണ്ട് അല്ലേ. കാരണം എന്താണ്? കാരണം ഈ മലയാളം സെക്കൻഡ് കെമിസ്ട്രി അവിടെ തീർന്നു പോയിരുന്നല്ലോ. 40 മാർക്കിന് 2 പരീക്ഷകളായിരുന്നു. ആദ്യം തന്നെ അങ്ങോട്ട് തീർന്നു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങൾ സമാധാനമായിട്ട് ഇരുന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഈ സോഷ്യലും ഒക്കെ വൃത്തിക്ക് പഠിക്കായിരുന്നു. ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? ഈ മലയാളം സെക്കൻഡ് അവിടുന്ന് പിടിച്ചിട്ട് സോഷ്യൽ 80 മാർക്കിന്റെ പരീക്ഷയുടെ 40 മാർക്ക് പരീക്ഷ കൂടെ ഇട്ട് അവസാനം പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, സ്ലൈറ്റ്ലി വേഴ്സ് ആയി എന്നാണ് എൻ്റെ അഭിപ്രായം. എനിവേ, ഇതാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ടൈം ടേബിൾ. അപ്പോൾ അതിനെപ്പറ്റി കുറ്റം പറഞ്ഞിരുന്നിട്ട് സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് മാർക്ക് കിട്ടണം, നിങ്ങൾ പഠിക്കണം. അതിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ലൈവ് ഇവന്റിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മാത്സ് ആണ്. കാരണം മാത്സ് പഠിക്കാൻ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ സമയം ഉണ്ടാവില്ല. കാരണം എന്താണ്? ഈ സ്റ്റഡി ലീവുകളിൽ നമുക്ക് എന്ത് ഉണ്ടാവും? നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനുണ്ടാവും. അറ്റ്ലീസ്റ്റ് സൺഡേ എങ്കിലും ഇംഗ്ലീഷ് പഠിക്കണം. പിന്നെ സോഷ്യലും പഠിക്കാനുണ്ട് അല്ലേ. സോഷ്യലും പഠിക്കാനുണ്ട്. അപ്പം അതിൽ കുറച്ച് നിങ്ങൾ മാത്സ് പഠിക്കാൻ സമയം കിട്ടുന്ന, അല്ലാതെ കുറേ പഠിക്കാൻ അവിടെ സമയം കിട്ടില്ല. അപ്പോൾ കുറച്ചെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? മാത്സ് നമ്മൾ ഫുൾ റിവിഷൻ ലൈവ് ഒക്കെ ഓൾറെഡി അലൻ സാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെങ്കിലും കണ്ടിട്ട് നേരത്തെങ്കിലും കുറച്ച് നോക്കി വെക്കുക. ഈവൻ ഫിസിക്സും ബയോളജിയും അവിടെ പ്രശ്നമുണ്ട്. കാരണം അതും കണ്ടോ, അത് ഒരേ ദിവസമേ വരുന്നത്. അപ്പോൾ അത് അതിൻ്റെ തലേന്ന് പോയി ഫിസിക്സും ബയോളജിയും കൂടെ പഠിക്കൽ പോസിബിൾ അല്ല. അപ്പോൾ ഫിസിക്സും ബയോളജിയും നമ്മൾ ഓൾറെഡി ഫുൾ റിവിഷൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ എന്തോ ഉള്ളു ഫിസിക്സ് ഒക്കെ. അതൊക്കെ കണ്ട് പഠിച്ച് അത്രയെങ്കിലും ചെയ്ത് വെക്ക്. എക്സാമിന് തലേ നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം, പക്ഷെ പഠിക്കൽ പോസിബിൾ അല്ല. അതിനുള്ള സമയം അവിടെ ഇല്ല, മനസ്സിലല്ലേ. അപ്പോൾ മാത്സും ഫിസിക്സും ബയോളജിയും എന്തായാലും ഈ ദിവസങ്ങളിൽ പഠിച്ചു വെക്കണം. പിന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ട സോഷ്യലാണ്. ഇംഗ്ലീഷ് ഒന്നും കഷ്ടപ്പെട്ടപ്പോൾ പഠിക്കാൻ നിൽക്കണ്ട, അവിടെ സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, പിന്നെ കെമിസ്ട്രിയും നിങ്ങൾ എന്തായാലും ഈ ചൊവ്വാഴ്ച മുതൽ, ട്യൂസ്ഡേ മുതൽ, ഫ്രൈഡേയിൽ എക്സാം വരുന്നത്. അപ്പോൾ ട്യൂസ്ഡേ മുതൽ നിങ്ങൾ എന്തായാലും കെമിസ്ട്രി അവിടെ പഠിക്കും. ഹിന്ദിയും ലാംഗ്വേജിൻ്റെ കൂടെ കെമിസ്ട്രി പഠിക്കും. അപ്പോൾ അവിടെ പ്രശ്നം വരുന്നില്ല. പ്രശ്നം വരാൻ പോകുന്നത് നമ്മുടെ മാത്സ്, ഫിസിക്സ്, ബയോളജി നേരത്തെ പഠിക്കണം. സോഷ്യലും നമ്മൾ കുറച്ചെങ്കിലും നേരത്തെ പഠിച്ചു വെച്ചാൽ ഈ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസമുണ്ട്. ആ ദിവസങ്ങളിൽ ഇരുന്ന് എന്ത് ചെയ്യാം? ഇംഗ്ലീഷും പഠിക്കാം, കുറച്ച് സോഷ്യലും പഠിക്കാം. അവിടെ എന്തായാലും കുറച്ച് മാത്സ് ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഫിസിക്സും ബയോളജിയും പോയിട്ട് അവിടെ നിന്ന് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്താൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓണം എക്സാമിന് നല്ല മാർക്ക് തന്നെ നേടാൻ പറ്റും. നമ്മൾ പറയാൻ പോകുന്ന ലൈവുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ A+ വരെ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽ പ്ലാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കഴിഞ്ഞ ദിവസത്തെ ഇവന്റ് ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പോയി കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക? ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനലിൽ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ റെഡി ആയിക്കാൻ മക്കളെ. നമുക്ക് നെക്സ്റ്റ് ലെവലാക്കാം ഓണം എക്സാം. ഓക്കെ, ടൈം ടേബിൾ എത്ര മോശമായിട്ട് വന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഓണം എക്സാം തൂക്കും. കൂടുതലൊന്നും പറയുന്നില്ല. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.